നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സോ അതോ ഫാമിലി സർക്കിളിൽ ആരെങ്കിലും ഇതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തു. പക്ഷേ അവർക്ക് അതിൻ്റെ അകത്ത് റിസൾട്ട് കിട്ടിയില്ല. നമ്മുടെ ഏറ്റവും ക്ലോസ് ആയിരിക്കുന്ന ഒരാൾ ഒരു ബിസിനസ് ചെയ്തു. പക്ഷേ അവരത് വിൻ ആയിട്ടില്ല. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് തോന്നും. നമ്മളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സക്സസ് ആവുമോ ഇല്ലയോ എന്ന്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ജിമ്മിൽ പോവാണ്. ജിമ്മിൽ പോയിട്ട് നമ്മുടെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് ജിമ്മിൽ പോയിട്ട് വെയിറ്റ് ലോസ് ആയില്ല എന്ന് പറഞ്ഞ് അതങ്ങ് നിർത്തി. അപ്പം നമ്മുടെ ഗോളും അതുപോലൊക്കെ തന്നെയാണോ? നമ്മളും അതുപോലെ തന്നെ അങ്ങ് നിർത്തുമോ? നമ്മുടെ ഗോള് നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നല്ലേ. അപ്പം നമ്മൾ അതിന് മാക്സിമം പരിശ്രമിക്കും അല്ലേ? അങ്ങനെ നമുക്ക് നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഫ്രണ്ട് നേരത്തെ നിർത്തി പോയതുകൊണ്ടാണ് അത് സംഭവിച്ചത്. മിക്ക ആൾക്കാരും ഫെയിൽ ആകുന്നതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ മോഡൽ വർക്ക് ആകാത്തതുകൊണ്ടല്ല. അവർ എത്ര നേരത്തെ തന്നെ അവർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ അങ്ങ് ക്വിറ്റ് ആവും. അതാണ് അതിൻ്റെ ഒരു റീസൺ. ഒന്നുകിൽ അവർ ഡിസ്ട്രാക്റ്റഡ് ആവും, അല്ലെങ്കിൽ അവർക്ക് ക്വിക്ക് റിസൾട്ട് വേണം, അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്നത് പറഞ്ഞാൽ അവരുടെ ഫ്രണ്ട് ചെയ്തപ്പോൾ തന്നെ അത് വിന്നായില്ല. അപ്പോൾ അതേ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ അവരും മുമ്പോട്ട് പോകും. അപ്പോൾ ഇപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ ഫെയിൽ ആയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളും ചെയ്താൽ ഉറപ്പായിട്ടും അത് വിജയിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ജിമ്മിൽ പോകുന്ന ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് പ്രയോജനം കിട്ടും. സെയിം കാര്യം തന്നെയാണ് ഈ ഒരു ബിസിനസ്സിലും. നമ്മൾ ക്വിറ്റ് ആകാതെ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഉറപ്പായിട്ടും റിസൾട്ട് കിട്ടിയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരുടെ ലാക്ക് ഓഫ് ഡിസിപ്ലിൻ നോക്കിയിട്ട് നമ്മുടെ ഫ്യൂച്ചറെ നമ്മൾ ഒരിക്കലും അളക്കരുത്. താങ്ക് യു.